നമസ്കാരം. ഈ വർഷം ഏറ്റവും അധികം ഭാഗ്യമുള്ള, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്ന, കഷ്ടപ്പാടുകൾ മാത്രം വന്നു നിറഞ്ഞ, ഒരുപാട് പേരുദോഷങ്ങൾ കേട്ട, ഒന്ന് ജീവിക്കണം എന്ന് വളരെയേറെ ആഗ്രഹിച്ച ഒരു നക്ഷത്രമുണ്ട്. അത് മറ്റാരുമല്ല, മകയിരം നക്ഷത്രമാണ്. വിഷു പിറക്കുന്നതോടുകൂടി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി മകയിരത്തിന് ഒരുപാട് ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും വന്നു ചേരാൻ പോവുകയാണ്. മകയിരം ഭാഗ്യമാണ്. മകയിരത്തിന് ഇനി ഉയർച്ചയാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചൊവ്വയാണ്. മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക ഇടവരാശിയിലും അവസാനത്തെ 30 നാഴിക മിഥുനരാശിയിലുമാണ്. ഇടവക്കൂറെന്നും മിഥുനക്കൂറെന്നും 2 തരമുണ്ട് മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രത്തിൽ പെൺകുട്ടികൾ ഋതുവായാൽ പുത്രലബ്ധി ഫലമാണ്. ഇടവക്കൂറുകാരായ മകയിരക്കൂറുകാരിൽ ശുക്രൻ്റെ സവിശേഷതകൾ കൂടിയും മിഥുനക്കൂറുകാരിൽ സവിശേഷതകൾ കൂടിയും കാണാവുന്നതാണ്. ആകർഷണീയമായ ശരീര പ്രകൃതിയും സൗന്ദര്യവും ശരീരപുഷ്ടിയും ഇവരുടെ പ്രത്യേക ലക്ഷണങ്ങളാണ്. കുശാഗ്രബുദ്ധി ഇല്ലാത്തതും ആരെയും അമിതമായി വിശ്വസിക്കുന്നതുകൊണ്ടും പല ചതിവുകളിലും അബദ്ധങ്ങളിലും ചെന്നു ചാടാറുള്ള സാധ്യത വളരെ കൂടുതലാണ് മകയിര നക്ഷത്ര ജാതകർക്ക്. ഞാനിതൊക്കെ പറയാൻ കാരണം, മകയിര നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഒരു വലിയ നേട്ടത്തിലേക്ക് ഇവരെത്താൻ പോവുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമായി ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മകയിര നക്ഷത്ര ജാതകർ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടുക. അതുപോലെ തന്നെ ഓം നമഃ ശിവായ എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക കൂടി ചെയ്യുക. നാളെ പ്രത്യേക പൂജയുണ്ടാകും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഞാൻ എഴുതിയെടുക്കും. പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. മകയിര നക്ഷത്ര ജാതകരെ പറ്റി നമുക്ക് ചില കാര്യങ്ങൾ അറിയാം. എന്നതിന് ശേഷം അവരുടെ വലിയ വലിയ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആഡംബരപ്രിയരും ധാരാളിത്തവും ധാരാളം സുഹൃത്തുക്കളും ഇവരുടെ പ്രത്യേകതയാണ്. മകയിര നക്ഷത്ര ജാതകർ അമിതമായ ഈശ്വരവിശ്വാസികളും സുഖ തത്പരരും ഉത്സാഹശീലരും യാത്രാ താൽപ്പര്യമുള്ളവരും ബന്ധുക്കൾക്ക് പ്രിയപ്പെട്ടവരുമായിരിക്കും. കലഹങ്ങളിലും സുഗന്ധദ്രവ്യങ്ങളിലും താൽപ്പര്യം ഇവർക്കുണ്ടാകും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറച്ച തീരുമാനങ്ങളെടുക്കാൻ വിഷമിക്കുന്നവരാണ് മകയിരം നക്ഷത്ര ജാതകർ. ലളിതവും ദാർശനികവുമായ ജീവിതമാണ് ഇവർക്ക് ഇഷ്ടം. മകയിരം നക്ഷത്ര ജാതകരുടെ ബാല്യകാലം ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. ശരിയാണോ അല്ലയോ? ശരിയാണ് എങ്കിൽ ശരി എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. ഏകദേശം 32 വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് സ്വച്ഛമായ ഒരു ജീവിത ഉയർച്ച വന്നു ചേരുന്നത്. അതൊരു കെട്ടിപ്പടുക്കൽ തന്നെയാണ്. കുട്ടിക്കാലം മുതൽക്കുള്ള കൂട്ടുകെട്ടുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകും. ഇവരുടെ പ്രവൃത്തികൾ ആത്മവിശ്വാസത്തിലും ഈശ്വരവിശ്വാസത്തിലും അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇവർക്ക് പിതൃഗുണം കുറവായിരിക്കും. മാതാവിൻ്റെ സഹായവും അനുഗ്രഹങ്ങളുമായിരിക്കും ഇവരുടെ വിജയത്തിന് നിദാനമായി തീരുന്നത്. ശരിയാണോ അല്ലയോ? ഞാൻ ഈ പറഞ്ഞത് ശരിയാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്തത്
ഇവർക്ക് ധനം സമ്പാദിക്കാനുള്ളൊരു വലിയ യോഗം കാണുന്നുണ്ട്. 32 വയസ്സിന് ശേഷം ധനാഢ്യനായി ജീവിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും. ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും. മകീരം നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് ഞാൻ ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ കണ്ടിരിക്കും. മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഇവർക്ക്. ഇവർ അധികവും രൂപലാവണ്യത്തോടു കൂടിയവരും അഭിമാനികളുമായിരിക്കും. ശുചിത്വബോധം ഇവരിൽ കൂടുതലായി കണ്ടുവരാറുണ്ട്. ലോല ഹൃദയരായതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് മനപ്രയാസമുണ്ടാകും. ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതി വയ്ക്കണമെന്ന ചിന്ത എപ്പോഴുമുള്ളവരായിരിക്കും. സൗമ്യ സ്വഭാവക്കാരായിരിക്കും മകീര നക്ഷത്ര ജാതകരിൽ അധികവും. ഇക്കൂട്ടർ പൊതുവെ ഐശ്വര്യവതികളാണെങ്കിലും കുടുംബജീവിതം അസംതൃപ്തി നിറഞ്ഞതായിരിക്കും. വളരെ നേരത്തെയോ വളരെ വൈകിയോ ആയ വിവാഹമായിരിക്കും ഇവർക്കുണ്ടാവുക. ചൊവ്വയിൽ ആരംഭിക്കുന്ന ദശാകാലം രാഹുദശ, വ്യാഴദശ, ശനിദശ, ബുധദശ, കേതുദശ എന്ന ക്രമത്തിൽ തുടർന്നു പോകുന്നു. ഒരു VIP പോലെ ജീവിക്കാൻ അല്ലെങ്കിൽ വാഴുവാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും. 2026 ഏപ്രിൽ 20 ശേഷം ഇതൊന്ന് കുറിച്ചു വച്ചോളൂ. ഈ നക്ഷത്രജാതകരുടെ ഉയർച്ചയുടെ സമയം തന്നെയായിരിക്കും. ഇവരുടെ സകല പ്രതിസന്ധികളും മാറിക്കിട്ടും. ഇവരുടെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. ധാരാളം ധനം വന്നു ചേരുന്നു. ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്നു. വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കുന്നു. ഓസ്ട്രേലിയ, കാനഡ അല്ലെങ്കിൽ മറ്റ് കൺട്രികളിലൊക്കെ നിൽക്കുന്നവർക്ക് അവിടെ PR ഒക്കെ കിട്ടാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ ഇവർക്ക് കഴിയും. തൊഴിൽ അവസരങ്ങൾ ഇവരെ തേടി വരും. സാമ്പത്തിക പുഷ്ടി ഇവർക്കുണ്ടാകും. ഇവർക്ക് കീർത്തി, പദവി, അങ്ങനെ പല രീതിയിലുള്ള യോഗങ്ങൾ വന്നു ചേരും. അപ്പോൾ വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള യോഗം വന്നു ചേരുന്നു. വസ്തു, വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാനുള്ള യോഗം വന്നു ചേരുന്നു. പോകേണ്ടതായ ക്ഷേത്രമുണ്ട്, ചെയ്യേണ്ടതായ വഴിപാടുണ്ട്. ഇത് രണ്ടും മറക്കരുത്. പോകേണ്ടത് ശിവക്ഷേത്രത്തിൽ തന്നെയാണ്. ശിവക്ഷേത്രത്തിൽ പോവുക. മറ്റു ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്നതിനോടൊപ്പം എല്ലാ മാസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര, പിൻവിളക്ക്, കൂവളമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. തീർച്ചയായും വരാനിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. നിങ്ങൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. അപ്പോൾ മറക്കേണ്ട, വലിയ നേട്ടം, വലിയ ഭാഗ്യം നിങ്ങളെ തേടി വരും. ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ ഞങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. തീർച്ചയായും മറുപടി തരും. ഈ വിഷു നിങ്ങൾക്ക് ഒരു വലിയ നേട്ടവും വലിയ ഭാഗ്യവും കാത്തിരിപ്പുണ്ട്. മകീരം രക്ഷപ്പെടുക തന്നെ ചെയ്യും, ഉറപ്പായും.